Hey guys, welcome back to Yellow Effect. അപ്പോൾ ഗായ്സ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ചെന്നൈയിൻ എഫ് സിയുമായി ആണ്. മാച്ചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായി നിങ്ങൾ തംബ്നെയിലിലും ടൈറ്റിലും കണ്ട പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായി ഈ സീസണിൽ സ്ഥാനമേറ്റ സ്വീഡിഷ്കാരനായ മിഖായൽ സ്റ്റാറെ സാക്ക് ചെയ്യപ്പെടുമോ? സോ നമുക്ക് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഇറങ്ങിയപ്പോൾ ആരാധകരുടെ പ്രതീക്ഷകൾ വളരെ വലുതായിരുന്നു. എന്നാൽ ആദ്യ 8 മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സ് വെറും 2 വിജയങ്ങൾ മാത്രമാണ് നേടിയത്. എന്നാൽ തോൽവികൾ അതിൻ്റെ ഇരട്ടിയും. അതുകൊണ്ട് തന്നെ മിഖായൽ സ്റ്റാറയുടെ തന്ത്രങ്ങളിലെ ബലഹീനത കാട്ടുന്നു. കഴിഞ്ഞ സീസണിൽ ഇവാൻ വുക്കോമനോവിച്ചിന്റെ കീഴിൽ കളിച്ച കൊമ്പന്മാർ നേടിയതാവട്ടെ ഇതിലേറെയായിരുന്നു. എന്നിരുന്നാലും മൊത്തമായും പഴി ചാരാനാകില്ല. കൂടുതൽ മാച്ചിലും ഇൻഡിവിജ്വൽ എറേഴ്സാണ് ടീമിനെ തോൽവിയിലേക്ക് നയിച്ചത്. ഇനി സാക്കിംഗ് നിലപാട് ഒന്നും ഒഫീഷ്യലായി ഇതുവരെ ടീം പറഞ്ഞിട്ടില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പരക്കുന്നൊരു വാർത്തയാണ് അടുത്ത 2 മത്സരം കൂടി തോൽവിയാണ് ഫലമെങ്കിൽ അദ്ദേഹത്തെ സാക്ക് ചെയ്യപ്പെടുമെന്ന്. എന്നാൽ ഇതൊരു ഫെയർ ഡിസിഷൻ ആകുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി ഇടുക. ഈയൊരു നിലപാടുണ്ടായാൽ തന്നെ അത് ഉറപ്പായും ഇവാനായിട്ടുള്ള കമ്പാരിസൺ തന്നെയാണ്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഭൂരിഭാഗവും പരിക്കിലായപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫ് വരെ എത്തിച്ചു. മിഖായൽ സ്റ്റാറയുടെ കാര്യം നോക്കുമ്പോൾ അദ്ദേഹത്തിനൊരു നല്ല ഗോൾ കീപ്പർ ഇല്ല എന്നതും റൈറ്റ് ബാക്ക് ആൻഡ് സെൻറ്റർ ബാക്കായി ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പ്ലെയർ ഇല്ല എന്നും കുറവ് നിലനിൽക്കുന്നുണ്ട്. ഇവാൻ വുക്കോമിനോവിച്ചിന്റെ സമയത്ത് സെൻറ്റർ ബാക്ക് പൊസിഷൻ ഭരിക്കാൻ നെടും തൂണായി മാർക്കോ ലെസ്കോവിച്ചും ഗോൾ കീപ്പറായി ഗില്ല് പോയപ്പോൾ സച്ചിൻ സുരേഷും ഉണ്ടായിരുന്നു. മാത്രമല്ല ലൂണ ഫോമിലും ജീക്സൺ സിംഗ് ടീമിലും ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള സ്ക്വാഡ് മിഡ്ഫീൽഡിന്റെ താളം തെറ്റൽ പ്ലെയേഴ്സിന്റെ അൺഅവൈലബിലിറ്റി മൂലം തന്നെയാണ്. ഏതായാലും മിഖായൽ സ്റ്റാറെ ഉടനെ സാക്ക് ചെയ്ത് വേറൊരു കോച്ച് വന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിലിറ്റി വരണമെങ്കിൽ നല്ല പ്ലെയേഴ്സിനെ സ്ക്വാഡിൽ എത്തിക്കണം. അതിന് മാനേജ്മെന്റ് തന്നെ മുൻകൈ എടുക്കണം. എല്ലാവരുടെയും അഭിപ്രായം മിഖായൽ സ്റ്റാറയെ സാക്ക് ചെയ്യണമെന്നല്ല, മാനേജ്മെന്റിനെ പുറത്താക്കണമെന്നാണ്. ഇനിയുള്ള ഡിസിഷൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ എടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മാച്ചിലേക്ക് വരുമ്പോൾ ഈ ഒരു മത്സരം 24-ാം തീയതി വൈകിട്ട് 7:30-നാണ്. മത്സരം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാവും നടക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ 3 തോൽവികൾക്ക് ശേഷമാണ് ചെന്നൈയിനെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകമായ കൊച്ചിയിൽ ഇറങ്ങാൻ പോകുന്നത്. തന്റെ സ്ഥാനം സുരക്ഷിതമാക്കാൻ ഉറപ്പായും മിഖായൽ സ്റ്റാറയും സംഘവും വിജയം തന്നെയാവും ലക്ഷ്യമിടുക. കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ 8 പോയിന്റാണ് കൈവശമുള്ളത്. 10ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. അടുത്ത മത്സരം വിജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സീസണിലേക്ക് ഒരു കംബാക്കും ഊർജവും കൂടെ കിട്ടുമെന്ന് മാത്രമല്ല 8ാം സ്ഥാനത്തേക്ക് ഉയരാൻ കൂടി സാധിക്കും. ഇതിനിടയിൽ ഒരു കാര്യം, നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ജേഴ്സീസ് വിലക്കുറവിൽ ലഭിക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള റെക്കാർഡ് ജേഴ്സി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ റെട്രോ ജേഴ്സീസ് റൊണാൾഡോയുടെയും മെസ്സിയുടെയും കൂടാതെ KBFCയുടെയും ജേഴ്സി അവൈലബിൾ ആണ്. കൂടാതെ നെയ്മർ ജൂനിയറുടെയും പല വിദേശ താരങ്ങളുടെയും ഇന്ത്യൻ താരങ്ങളുടെയും എല്ലാ ജേഴ്സീസും അവൈലബിൾ ആണ്. സോ ജോയിൻ നൗ. 8 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. മറുഭാഗത്ത് ചെന്നൈയിൻ എഫ് സി ആവട്ടെ 4ാം സ്ഥാനത്ത് 12 പോയിന്റുമായി ഉണ്ട്. ഗോളുകൾ അടിച്ചു കൂടുന്ന കാര്യത്തിൽ ഈ സീസണിലും ചെന്നൈ മോശമല്ല. ജംഷഡ്പൂരിനെതിരെ 5 ഗോളുകളാണ് ചെന്നൈ അടിച്ചു കൂട്ടിയത്. ആ മാച്ചിൽ അവർ 5 ഗോൾ അടിച്ചപ്പോൾ ജംഷഡ്പൂരിന് മറുപടിയായി 1 അടിക്കാൻ സാധിച്ചുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരത്തിൽ ചെന്നൈക്ക് അനുകൂലമായ ഒരു റിസൾട്ട് ആണെങ്കിൽ അവർ 2ാം സ്ഥാനത്തേക്ക് ഒരു കുതിപ്പ് നടത്തും. അവരുടെ പ്ലെയേഴ്സിനെ പറ്റി പറയുമ്പോൾ സ്ട്രൈക്കറായ വിൽമർ ജോർഡൻ ഗോൾഡൻ ബൂട്ട് റേസിൽ 6 ഗോളുകളുമായി ജീസസ് ജിമിനസിനോടൊപ്പം ലിസ്റ്റിലുണ്ട്. മറ്റൊരു ചെന്നൈയിൻ എഫ് സി പ്ലെയറായ കോർണർ ഷീൽഡ്സ് ആ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്താൻ സഹായിച്ച് 4 അസിസ്റ്റായി ടോപ്പ് അസിസ്റ്റിലുണ്ട്. ഈ 2 താരങ്ങളും ചെന്നൈയിൻ എഫ് സിയുടെ നട്ടെല്ലുകളാണ്. കാരണം ഇവരുടെ കോൺട്രിബ്യൂഷൻസ് വളരെയേറെയാണ്. ഇവർ മാത്രമല്ല, സ്ട്രൈക്കർ പൊസിഷനിൽ ഡേഞ്ചറസ് ആയ ചീമയും ഉണ്ട്. മിഡ്ഫീൽഡിൽ യാഡ്വാർഡും നസീരിയും ബെറോട്ടോയും കോർണർ ഷീൽഡ്സിനൊപ്പം ഉണ്ട്. കൂടാതെ എൽസീനിയോയും. കൂടാതെ ഡിഫൻസിൽ ലാൽദിൻ പൂയ, ബെയിൻ എഡ്വായ്, യംനം റെൻടലിയും ഉണ്ട്. ഗോൾ കീപ്പറായി നവാസും. 4-1-4-1 ഫോർമേഷനിലാണ് അവർ ഈ സീസണിൽ കളിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ മിക്ക ടീമുകളെയും പൊളിച്ച ബ്ലാസ്റ്റേഴ്സ് ചെന്നൈക്കെതിരെ ഒരു തോൽവിയും ഒരു സമനിലയുമാണ് നേടിയത്. ഇവരുടെ തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് കണക്കിലും ചെന്നൈ തന്നെയാണ് മുന്നിൽ. 22 മാച്ചസ് തമ്മിൽ കളിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചത് 6 മത്സരമാണെങ്കിൽ ചെന്നൈ നേടിയത് 7 വിജയമാണ്. 9 മത്സരങ്ങൾ ഡ്രോ ആയിരുന്നു. ഇനി ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് നോക്കുമ്പോൾ പെപ്ര റെഡ് കാർഡ് സസ്പെൻഷൻ കഴിഞ്ഞ് മടങ്ങി വരുന്നു. നോവയും ഇഞ്ചുറി കഴിഞ്ഞ് മടങ്ങിയെത്തുന്നു. എല്ലാം കൊണ്ടും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ സാഹചര്യമാണ്.
ഫോർവേഡിൽ നോവയും എസ്യൂസും തന്നെ തുടങ്ങാനാവും സാധ്യത. മിഡ്ഫീൽഡിൽ ലൂണയും കൊറോസിങ്ങും വിപിനും ദാനിഷുമാവും. സെന്റർ ബാക്കായി ഹോർമിയും കോയ്ഫും, റൈറ്റ് ബാക്കായി സന്ദീപ് ആവും. കാരണം മറ്റൊരു ഓപ്ഷൻ വരണമെങ്കിൽ പ്രബിർ സെറ്റ് ആവണം. എന്നാൽ പ്രബിർ ടീമിൽ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. നവോച്ച തന്നെയാവും ലെഫ്റ്റ് ബാക്ക്. ഗോൾ കീപ്പർ പൊസിഷനിൽ നോറ ഫെർണാണ്ടസിനെ പരീക്ഷിക്കാൻ സാധ്യത. സച്ചിൻ സുരേഷ് മടങ്ങിയെത്താൻ സമയമെടുക്കും എന്നത് കൺഫേംഡ് ആണ്. ഇനി ഗോൾ സ്കോറേഴ്സിനെ നോക്കുമ്പോൾ 8 മത്സരങ്ങൾ കഴിഞ്ഞിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് പോലുമില്ല. ഈയൊരു മത്സരത്തിൽ അതും ക്ലീൻ ഷീറ്റ് നേടുമോ എന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.